ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ ഒരു നിയമ പോരാട്ടമായിരുന്നു അയോധ്യ കേസ്. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളെ അങ്ങനെ ആരും പെട്ടെന്ന് മറക്കില്ല. 1528 നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന ബാബരി മസ്ജിദ് രാമജന്മഭൂമിയാണെന്ന അവകാശവാദമുയരുന്നത് 1850കളിലാണ്. അന്നു മുതൽ അയോധ്യയിലെ സമാധാനം നശിച്ചു. 1986 പള്ളി ഹിന്ദുക്കൾക്കായി തുറന്നുകൊടുക്കാൻ അന്നത്തെ ഫൈസാബാദ് ഹൈക്കോടതി ഉത്തരവിട്ടതിനു ശേഷമുണ്ടായ സംഭവവികാസങ്ങൾ അവസാനിച്ചതോ 1992 ബാബരി മസ്ജിദിന്റെ തകർക്കലിലും. ഇന്ത്യയുടെ മതേതരത്വത്തിന് തന്നെ മുറിവേൽക്കപ്പെട്ട സംഭവമായിരുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ച. കാലങ്ങളായുള്ള മുസ്ലിം ഹൈന്ദവ വിഭാഗങ്ങളുടെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2019 സുപ്രീം കോടതി തർക്കപ്രദേശം ക്ഷേത്രത്തിനു വിട്ടു നൽകി. പകരം പള്ളിക്കായി 5 ഏക്കർ ഭൂമി കണ്ടെത്തി നൽകണമെന്നും ഉത്തരവിട്ടു. രാജ്യത്താകെയും ജാഗ്രതാ നിർദ്ദേശത്തിന്റെയും നിരോധനാജ്ഞയുടെയും നാളുകളായിരുന്നു വിധി പ്രസ്താവനയോടനുബന്ധിച്ചുണ്ടായിരുന്നത്. വിധിയിൽ എതിർഭാഗം തൃപ്തരല്ലായിരുന്നെങ്കിലും ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം അവർ ഉൾക്കൊള്ളുകയായിരുന്നു. ഭരണഘടനയുടെ ഇരുവിഭാഗത്തോടുമുള്ള ന്യായമായ നോക്കിക്കാണലായി വിധിയെ എല്ലാവരും സ്വീകരിക്കുകയും ചെയ്തു. ഫൈസാബാദ് ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ നീണ്ടുനിന്ന ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള നിയമ പോരാട്ടങ്ങളിലൊന്നായിരുന്നു ബാബരി മസ്ജിദ് തർക്കഭൂമിയുടേത്. 2020 രാമക്ഷേത്ര നിർമ്മാണത്തിന് ശ്രീരാം ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് രൂപീകരിക്കപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നിബേന്ദ്ര മിശ്രയാണ് ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിന്റെ ചെയർമാൻ. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും പൗരാണിക പ്രൗഢിയും വിളിച്ചോതുന്ന 1000 വർഷത്തിലധികം ആയുസ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ നിർമ്മിതിയായാണ് രാമക്ഷേത്രം പണിതിട്ടുള്ളതെന്നാണ് നിർമ്മാതാക്കളാൽ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിലെ മറ്റൊരു ചരിത്ര അടയാളമായിരുന്ന ബാബരി മസ്ജിദ് തകർക്കുകയും ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിന് വിള്ളൽ വീഴ്ത്തുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ രാമക്ഷേത്രം പണിതുയർത്തിയതെന്ന് ഓർക്കണം. വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും അടക്കമുള്ള വലിയ സൗകര്യങ്ങളോടെ രാമക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വരുന്ന ജനുവരി 22 നടക്കാനിരിക്കുന്ന ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാക്കളടക്കമുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളെ നേരിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് ട്രസ്റ്റ് അംഗങ്ങൾ. ഒരു ആരാധനാലയ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരാണെന്നുള്ളതും ചടങ്ങിന് മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്നുള്ളതും ജനാധിപത്യ ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന നിലയിൽ ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ ഒരു തുറുപ്പുചീട്ടാണ് രാമക്ഷേത്ര ഉദ്ഘാടനം എന്നുള്ളതും വ്യക്തമാണ്. മതപരമായ ഭൂരിപക്ഷം എന്നത് രാഷ്ട്രീയപരമായ ഒരു ആശയമായി മാറുമ്പോൾ ജനാധിപത്യ ഇന്ത്യ എന്നുള്ളത് തന്നെ മാറി മറിഞ്ഞേക്കാം.